ഇയാള് ധൈര്യമായിട്ട് പറയടോ. അവൾ ഇവിടെയെങ്കില്ല, അവിടെ കിച്ചണിലാണ്, ഉരിഞ്ഞ വർക്കിലാണ്. ആ എന്നിട്ട് പിന്നെ അയ്യോ എന്തുകൊണ്ട് ഇത്രമാത്രം ചിരിക്കുന്നേ? അല്ല അല്ല, എന്തോ കണ്ടിട്ടാ ചിരിക്കുന്നേന്ന്. നമ്മുടെ ക്ലീറ്റസിന്റെ ഓരോ തമാശയെ അവന്റെ ഓരോ മെസ്സേജ് കാണുമ്പോ അയ്യോ. അല്ല എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ക്ലാര എങ്ങനെ പെട്ടെന്ന് ക്ലീറ്റസ് ആയെന്നാ? ക്ലാരയ്ക്ക് മാജിക് അറിയോ? അല്ല ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല, ക്ലാസിക്കൽ ഡാൻസ് ഇത്രേ പറഞ്ഞോളൂ. നിങ്ങളെ ക്ലാസിക്കൽ ഡാൻസ് കളിക്കാതെ ഇന്ന് ഞാൻ വിടത്തില്ല. ഈ സമയം രാത്രി 12 മണിയായി, വന്ന് കിടന്നുറങ്ങാൻ നോക്ക്. അതെ, ഇതിന് ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ട് കിടന്നാ മതി. എടി ഞാൻ ഇനിയൊരു സത്യം പറയാം, ഞാൻ നിന്നോടല്ലാതെ വേറൊരു സ്ത്രീകളോട് ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല, ചെയ്യുമില്ല. അയ്യോ ഇങ്ങനെ പച്ച കൊള്ളം പറയല്ലേ. ശാലിനി, മാലിനി, വിദ്യ, ലക്ഷ്മി, ഈ പേരിലൊക്കെ ഇത്രയും നാള് നിങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്തോണ്ടിരുന്നത് ഞാനാ. എന്റെ ഭഗവാനേ, എന്തുമാത്രം വൃത്തികെട്ട മെസ്സേജ് ആണോ എനിക്ക് അയച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും കാലം ഇവരുടെയൊക്കെ പേരിൽ ചാറ്റ് ചെയ്തു എന്നോട് ചാറ്റ് ചെയ്തിരുന്ന ആരാ? ഞാൻ ആരോടാ ചാറ്റ് ചെയ്തത്? എന്റെ അടുത്ത്. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ നിന്നോട് മാത്രമേ ചാറ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ ആരോടും ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ ഒന്നും കൂടെ പറഞ്ഞേ. എടി ഇത്രയും കാലം ഇവരുടെയൊക്കെ പേരില് എന്നോട് ചാറ്റ് ചെയ്തിരുന്നത് ആരാ? ഞാൻ ആരോടാ അങ്ങോട്ട് ചാറ്റ് ചെയ്തിരുന്നത്? എന്റെ അടുത്ത്. അത്രേ ഉള്ളൂ, ഞാൻ വേറൊരു പെണ്ണിനോട് ചാറ്റ് ചെയ്തിട്ടില്ലെന്തേ. കൺഫ്യൂഷൻ ആയല്ലോ. എന്നെയാണ് നീ തെറ്റിദ്ധരിക്കണത് അല്ലേ? അപ്പൊ ഞാൻ ചേട്ടന് വെറുതെ തെറ്റിദ്ധരിച്ചാണോ? ഞാൻ നിഷ്കളങ്കനല്ലേടി. സാരല്ല, സോറി ഏട്ടാ. ഇനി എന്നെ തെറ്റിദ്ധരിച്ച ഞാൻ കെട്ടി തൂക്കിച്ചാവും ഞാൻ. അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ, ക്ഷമിക്കേ. ക്ഷമിച്ചല്ല, സമാധാനം. പിന്നെ അലമാരിയെ വെച്ച എന്റെ മാല കാണാനില്ല. എനിക്കത് തോന്നി ഇത് നീ വന്ന് പറയൂന്ന് എന്നോട്. അത് മുൻകൂട്ടി കണ്ടിട്ടാണ്. കാരണം നിനക്ക് ശ്രദ്ധ എന്ന് പറഞ്ഞ സാധനമില്ല, ഓർമ്മ എന്ന് പറഞ്ഞ സാധനമില്ല, വിവരമില്ല, വെള്ളിയാഴ്ച ഇല്ല. ഒരു ദിവസം നീ വന്ന് പറയൂ ചേട്ടാ അലമാരിലിരുന്ന് എന്റെ മാല കാണാനില്ലെന്ന്. അത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് അലമാരിന്ന് ഞാൻ ആ മാല എടുത്തു കൊണ്ടുപോയി പണയം വെച്ചത്. സമാധാനായി. അതെ, ബാക്കിയുള്ള സ്വർണ്ണമൊക്കെ എവിടെ? ബാക്കിയുള്ള സ്വർണത്തിലൊന്നും ഞാൻ തൊട്ടിട്ടില്ല. അലമാരിയുടെ ആ ഷെൽഫിലുണ്ട്. ഉണ്ടോ? പിന്നെ അതൊക്കെ അവിടെ അറിയോ, ഇഷ്ടംപോലെ കള്ളന്മാരുണ്ട്. കള്ളന്മാർ ശ്രദ്ധിക്കണം. പിന്നെ ചേട്ടാ, ഞാൻ ഇതുവരെയായിട്ട് ഒരു കള്ളനെ നേരിട്ട് കണ്ടിട്ടില്ല. അച്ചോടാ, ഇനി കള്ളം പറ്റേട്ടാ, ഞാൻ പരിചയപ്പെടുത്തി തരാം. എടി ഇതുപോലെ എന്റെ ചെറുപ്പത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഞാനൊരു ദിവസം സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് സൈക്കിളുമായിട്ട് ഇങ്ങനെ വരരുത്. സൈക്കിളിൽ വരുമ്പോ പെട്ടെന്നൊരു വീടിന്റെ അകത്തുണ്ട് കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ ശബ്ദം. അത് കേട്ടത് സൈക്കിൾ ഞാൻ അവിടെ ഇട്ടിട്ട് ആ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കയറിയപ്പോ എന്താണ്, ബെഡ്റൂമില് ഭാര്യയും ഭർത്താവും കിടക്കാണ്. ഭാര്യ ഭർത്താവിനെ കൊഞ്ചിക്കലാണ്. കള്ളൻ. എന്നെ കണ്ടതും ഈ പെണ്ണുമുള്ള ടോണങ്ങ് മാറ്റിട്ട് അയ്യോ ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറിയോ, ഓടിവായോ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഒറ്റ ഓട്ടോ ഓടിയിട്ട് വന്ന് കിടക്കാൻ നോക്ക്. എന്റെ പൊന്നു, പതുക്കെ പറ, ഇനി ഏതെങ്കിലും ഒരുത്തം വാതിലും ചവിട്ടി തുറന്ന് ഇങ്ങോട്ട് വരും. നീ അപ്പുറം വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കടി. ഗുഡ് നൈറ്റ്, നാളെ തരാം. ഗുഡ് നൈറ്റ്, നാളെ. കള്ളൻ കിടക്കണ കിടപ്പില്ലേ? കിടന്ന് ഉറങ്ങടി. നിനക്കിതെങ്ങനെ മനസ്സിലായി? എടി കള്ളന്മാര് വരുമ്പോ ശബ്ദം ഉണ്ടാവില്ല, നിശബ്ദരായിട്ടേ അവര് വരുള്ളൂ. അതുമല്ല പൂച്ചയായിരിക്കുള്ളൂ. നീ കിടന്നുറങ്ങാം. ചേട്ടാ, എന്താണ്? നമ്മുടെ വീട്ടിൽ കള്ളം കേറി. അത് നിനക്കങ്ങനെ മനസ്സിലായി? കൊറേ നേരായിട്ട് ഒരു ശബ്ദവും ഇല്ല. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കിടന്നുറങ്ങിയ ആളെ വിളിച്ച് തോണ്ടി വിളിച്ച് എത്തിപ്പിച്ചോണ്ട് കിടന്നുറങ്ങിയടി. ചേട്ടനല്ലേ പറഞ്ഞത് ശബ്ദമൊന്നും ഇല്ലെങ്കിൽ കള്ളം കയറി. കിടന്നുറങ്ങണോ നീ? ആശാനെ, എന്താ ഇതിനു മുമ്പ് 3 സ്ഥലത്ത് നമ്മൾ മോഷണം നടത്തി. എന്നെ പറ്റിക്കായിരുന്നു ആ സഞ്ജിത്. നീ എന്ത് വർത്തമാനം പറഞ്ഞേ? എനിക്കൊന്നും തന്നില്ല. എനിക്ക് അറിയേണ്ടത്, ഇവിടുന്ന് സ്വർണം കിട്ടിയാൽ എനിക്ക് എത്ര ആശാനത്ര, അത് പറഞ്ഞിട്ട് മതി. ഇവിടുന്ന് സ്വർണം കിട്ടിയാൽ 50-50. അങ്ങനൊന്നും പറഞ്ഞാൽ കണക്ക് കിട്ടണം. എനിക്ക് എത്ര തരും, ആശാനത്തിന് എടുക്കുന്നു പറയും. എടാ, ഇവിടുന്ന് സ്വർണം കിട്ടിയാൽ
സ്വർണം എനിക്കും നിനക്ക് കടയിൽ നിന്ന് 50-50 ബിസ്ക്കറ്റും. അങ്ങനത്തെ പരിപാടിക്കൊന്നും എന്നെ കിട്ടൂല കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞേക്കാം. നിന്റെ ആദ്യത്തെ ഓപ്പറേഷൻ ആണ്. ആര് പറഞ്ഞു? ഇതിനു മുമ്പ് ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. എവിടെ? ഹെർണിയ. ഒന്നും പറയണ്ട. നീ ആ ബെഡ്റൂമിൽ ചെന്നിട്ട് പതിയെ ഹെർണിയക്ക് ഓപ്പറേഷൻ കഴിഞ്ഞാൽ അധികം സ്ട്രെയിൻ ചെയ്യാൻ പറഞ്ഞു. പതിയെ നേരെ പോയിട്ട് ബെഡ്റൂമിൽ പോയി അലമാരി നോക്കും. കിഴങ്ങൻ. ആരാടാ നീ? വഴിപോക്കനാ. വഴിപോക്കൻ എന്താണ് എന്റെ വീട്ടിൽ കാര്യം? വഴി തെറ്റിക്കറിയത് അങ്ങോട്ട്. അല്ല, പുറത്തേക്കുള്ള വഴി ഒന്ന് പറഞ്ഞുതരാമോ? ഇതില് നേരെ പോകുമ്പോ ലെഫ്റ്റ് ഒരു വാതിലാണ്, അതാണ് പുറത്തേക്കുള്ള വഴി. അയ്യോ അയ്യോ, കള്ളൻ കള്ളൻ! എഴുന്നേക്കരുത്, നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി കണ്ടി. കള്ളൻ കള്ളൻ കള്ളൻ! ഇതാണ് കള്ളൻ. അയ്യോ, ഇത് മനുഷ്യന്മാരെ പോലെ തന്നെ ഉണ്ട്. 2 കാല് 2 കൈ, ദേ മൂക്കില് 2 ഓട്ട. അതടച്ചാ ചത്തുവും. എടി, കള്ളനെ കണ്ടിട്ട് ബ്ലിങ്ക് ചെയ്യാതെ നിൽക്കാതെ പോലീസിനെ വിളിക്കാൻ നോക്കടി. ഞാനും അവരെ പിടിച്ച് കെട്ടാൻ നോക്കാം. മിണ്ടാതിരി ചേട്ടാ, നമ്മുടെ വീട്ടിൽ വന്ന അതിഥിയാ. എന്റെ ദൈവമേ, പാതിരാക്ക് 12 മണിക്ക് ഓട് പൊളിച്ച് താഴ്ത്തിറങ്ങണാണ് ഈ അതിഥി. മിണ്ടാതിരി മനുഷ്യ. വല്ലതും കഴിച്ചായിരുന്നോ? ചേച്ചി, ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ. വിശക്കുന്നുണ്ടോ? പിന്നെ നല്ല വിശപ്പ്. ഞാൻ എന്തേലും എടുത്തോണ്ട് വരാൻ കേട്ടോ. ദേ അവിടെ ഒന്നിരുന്നോ. വിടല്ലേ. ഇത് നമ്മുടെ വീട്ടിൽ കള്ളം കയറിയിട്ട് നീ എന്ത് ഇവളെന്താണ് ഈ കാട്? എന്തൊക്കെയുണ്ട് വിശേഷം? പണിയൊന്നുമില്ല ഇപ്പൊ. കൊറോണക്ക് ശേഷമേ പണിയൊക്കെ ഭയങ്കര കുറവാണ്. ശരിയാണ്. ഇങ്ങനെ പോയാലും എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കും അതെ, ഈ CCTV മറ്റേ പോലീസുകാരൊക്കെ ഓടിക്കുന്നതുകൊണ്ട് പറക്കും തീരെ നടക്കുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കട്ടപ്പാരെടുത്ത് കക്കാൻ. എടാ, നീ കക്കാൻ വന്നേടാ. നീ എന്താണ് എന്നോട് വിശേഷം ചോദിക്കണത്? ആരാ നീ? എന്താണ് നിന്റെ പേര്? അങ്ങനെ ഈ കള്ളന്മാര് പേരൊന്നും പറയില്ല. കള്ളന്മാര് അഡ്രസ്സോ പേരോ ഒന്നും പറയില്ല. പിന്നെ ആധാർ കാർഡ് വേണമെങ്കിൽ കാണിച്ചു തരാം. എടാ, നിന്റെ അഡ്രസ്സും വേണ്ട, പേരും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങള് CCTV ക്യാമറ ഇവിടെ വെച്ചിട്ടുണ്ട്. നിന്റെ ചിത്രം അതിനകത്ത് ഫുൾ ടൈം പതിച്ചിട്ടുണ്ടാ. നിന്നെ പൊക്കോളാ പോലീസ് സ്റ്റേഷനിൽ നിന്റെ ഫോട്ടോ കൂടെ കാണിക്കണം. ആ CCTV ആണ് ആദ്യമായിട്ട് അടിച്ചു പറ്റിയത്. അങ്ങനെ എനിക്കിട്ട് കൂടുതല് അപ്പൊ നീ പഠിച്ച കളനാണല്ലേ? പഠിച്ച കളനാവാൻ പറ്റുമോ? പഠിക്കാത്തോണ്ടല്ലേ കളനായത്. മനസ്സിലാക്കണം. അതെ. ഇതെന്താണ് വേറൊരുത്തൻ? എന്താണ് ഇവിടെ നടക്കണത്? എനിക്ക് മനസ്സിലാവണില്ല. നീ ഏതാടാ? നീയൊക്കെ ഇതെന്റെ ശിഷ്യനാണ്. ഇവനെ ഞാൻ ഷേഫിന്റെ ആയിട്ടാണ് കൂലി കൊടുക്കാറ്. ഭയങ്കര നല്ലതാ സാർ. നീ എവിടെ ഇരുന്ന്? നിന്നെ കണ്ടില്ല ഇവിടെ. ഞാൻ അളമാര തപ്പി പോയതാ. അളമാര തപ്പിപ്പോ അടുക്കളയിൽ നിന്ന് നല്ല പലഹാരം ഉണ്ടാക്കണം. അടുക്കളയിൽ ചെന്നപ്പോ നല്ല പലഹാരം, നല്ല ചേച്ചിയുടെ സ്വഭാവം. ഹലോ, ഇത് എണ്ണപ്പലഹാരാണ് എനിക്ക് വേണ്ട. വേറെന്താ വേണ്ടേ? കുഴിമന്തി കിട്ടിയ കൊള്ളായിരുന്നു. അത്രേ ഉള്ളോ? ദേ ചേട്ടാ, നിങ്ങനെ കുന്തം വിഴിഞ്ഞ പോലെ നിക്കാതെ പോയി കുഴിമന്തി വാങ്ങിച്ചോ. ഞാനാ? ഞാൻ ബൈക്കിന്റെ ആക്കോലെടുക്കും. അല്ലടാ, നിനക്കൊക്കെ ഞാൻ കുഴിമന്തി മേടിച്ചു തരേണ്ട കാര്യം എന്താണ്? ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന്. നിങ്ങളൊന്നും മിണ്ടാതിരുന്ന നമ്മുടെ അതിഥിയാണത്. കഴിച്ചോ കഴിച്ചോ. നല്ല ചേച്ചിയല്ലേ? നല്ല അച്ചപ്പോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരുമില്ല. അയ്യോ, അനാഥനാന്നോ? അല്ല, വെക്കേഷൻ അല്ലേ, ഭാര്യ മക്കളും തായ്ലാൻഡിൽ ടൂർ പോയേക്കാം. ബാക്കിയുള്ള മറൈൻ ഡ്രൈവ് കണ്ടിട്ടില്ല. എന്നിട്ട് അവനൊക്കെ കട്ടപ്പാക്കാനൊക്കെയാണ് തായ്ലൻഡിൽ ടൂറും പോയിട്ട്. കള്ളന്ന് വിളിക്കരുതോ? എന്താണ് കള്ളന്ന് വിളിക്കരുത്? ഞങ്ങൾ നീയൊക്കെ കള്ളനല്ലടാ, പെരു കള്ളനല്ലടാ. നിങ്ങൾക്ക് ഒരു അസുഖം വരെ കാത്തിക്കുന്നവരാണ്. ആരാണ്ട? ഡോക്ടർമാര്. നിങ്ങളുടെ പല്ല് പോകാൻ കാത്തിരിക്കുന്നവരാണ് ഡോക്ടർമാര്. നിങ്ങൾ കേസിട്ടാവും കാത്തിരിക്കുന്നവരാണ്. നിങ്ങൾ ചത്തുപോണെന്ന് പ്രാർത്ഥിക്കുന്ന ആരാണ്? ആംബുലൻസ് ഡ്രൈവർമാര്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടാവാനും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനും പ്രാർത്ഥിക്കുന്ന ആരാ? ഞങ്ങളെപ്പോലുള്ള കള്ളന്മാരാണ്. എന്ത് തങ്കപ്പെട്ട സ്വഭാവം. തങ്കച്ചന്റെ സ്വഭാവം. തങ്കച്ചന് എന്റെ സ്വഭാവം എനിക്കാണ്. അങ്ങനെ പറയുന്നത് ചേച്ചി. അങ്ങനെ എനിക്ക് സ്വർണം വേണം. അല്ല, തന്റെ പണ്ട കൊണ്ട് ഞാൻ എടുക്കാം. എന്റെ പണ്ടത്തെ തരി ഞാൻ സ്വർണ്ണപ്പെട്ട തരൂലടാ. സ്വർണ്ണം തരില്ല. പണിയെടുത്തുണ്ടാക്കിയ അയ്യോ, കള്ളൻ ചേട്ടൻ വീണ്.
നിങ്ങൾ ആശാൻ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. വിഷമിച്ച് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ആശാൻ അപ്പൊ ഫിക്സ് വരും. ഫിക്സ് എന്തെങ്കിലും പറ്റിയ നിങ്ങൾക്ക് ഉത്തരവാദി. അയ്യോ എന്തോ ചെയ്യും? എന്നിട്ട് പോടാ എടാ. നീ ഞെക്കി കൊടുത്തിട്ട് കാര്യമില്ല. ഫിക്സ് വന്ന എന്തേ സാധാരണ എന്താണ് ചെയ്യണത്? താക്കോല് കൈ പിടിപ്പിക്കണം. എടുത്തോണ്ടോ താക്കോല്? ഒന്നുമില്ല. വെള്ളം വേണോ? ചായ വല്ലതും വേണോ? വേറെ കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് പാതിരാക്ക എന്റെ വീട്ടിൽ വന്ന് കയറിയത്? പിടിക്ക്. കുഴപ്പമില്ല. ശരിയായിക്കോളും. ഓ, എണീറ്റു. ഓക്കെ കുഴപ്പമില്ല. പുറമേടത്തിന് താക്കോല് കൊടുത്തോ അപ്പൊ ശരിയാവും. അതാണ് താക്കോൽ കൊണ്ട് അകത്തോട്ട് പോണ്. അത് ഫിക്സ് ആണോ? അത് ഫിക്സ് അല്ല, അത് മോഷണം ഫിക്സ് ആണ്. അതിന് വേണ്ടി പോയതാണ്. പുള്ളി താക്കോല് നിങ്ങളെ മേടിച്ചെടുക്കാൻ ചെയ്ത ട്രിക്ക് അല്ലേ അത്? അത് മനസ്സിലായിട്ടില്ല. എടീ, നമ്മൾ സ്വർണം. അയ്യോ അയ്യോ ആ, ചേട്ടാ ചേട്ടാ ആ രണ്ടാമത്തെ അറയിലാണ് സ്വർണ്ണം. രണ്ടാമത്തെ അറിയില്ല. എന്താണ് ഈ പറഞ്ഞത്? നമ്മൾ സ്വർണം എടുത്തിട്ട് പോയിട്ട്. ആശാനേ, ഓപ്പറേഷൻ സക്സസ്. ചേച്ചി ഈ വീട്ടിലെ നല്ലൊരു ഭാര്യ ആയതുകൊണ്ടും ചേച്ചിയുടെ ഭർത്താവ് ഒരു കിഴങ്ങനായതുകൊണ്ടും ഓപ്പറേഷൻ അടിപൊളിയായിട്ടായിരുന്നു. താങ്ക് യു ചേച്ചി. ഇടയ്ക്കൊക്കെ ഈ വഴി പോകുമ്പോ വരണം കേട്ടോ. നല്ല ഭക്ഷണം തരാം. എങ്ങനെയാ പോകുന്നേ? നടന്നു പോലല്ല അതിങ്ങനെ പോവും. അയ്യോ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കത് ആ ടൂ വീലറിൽ ആ സ്റ്റോപ്പിൽ അങ്ങനെ. എന്നെ അങ്ങോട്ട് കൊല്ലി. പോട്ടെ ചേച്ചി. അതെ, അപ്പുറത്തെ വീട്ടില് മുറ്റത്ത് ഞാൻ ഒരു ബൈക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് ആ വണ്ടി അടിച്ചു മാറ്റാം. അതെടുത്ത് പോയിക്കോട്ടെ. അപ്പുറത്തെ വീട്ടിലെ സുധീട്ടുണ്ട്. അവൻ വെറും ചറ്റയാണ്. അതെങ്കിലും ആ, അവൻ നമ്മുടെ ടീമാ. ചേറ്റയാന്ന് വാ. സാറേ, ആ സാറേ പോട്ടെ. സന്തോഷം. പോട്ടെ ചേച്ചി. അത് വേണ്ട. ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വർണം വല്ലവനൊക്കെ എടുത്തു കൊടുത്തപ്പോ നിനക്ക് സമാധാനമാടി. ചേട്ടൻ കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങി തന്ന സ്വർണ്ണമൊക്കെ അയാള് കൊണ്ടുപോയി. ഞാനിപ്പോ അതിന്റെ ടെൻഷനില്ല. എന്തോ ചെയ്യും? അയ്യോ അയ്യോ അയ്യോ. പറയണ്ട. ടെൻഷൻ ഒന്നും വേണ്ട. ടെൻഷൻ മാറാനായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ നിനക്ക് ഇത്ര കാലം മേടിച്ചു തന്ന സ്വർണ്ണമില്ലേ, അതൊന്നും സ്വർണ്ണമായിരുന്നില്ല. മുക്ക് കൊണ്ടുവരുന്നു. അതെടുത്തിട്ടാണ് പോയേക്കണത്. ഇപ്പൊ നിന്റെ ടെൻഷൻ മാറിയില്ലേ? സ്വർണ്ണം തറഞ്ഞാലേ ടെൻഷൻ ഉണ്ടാവുള്ളൂ. അവനിപ്പൊ തന്നെ പോലീസ് നോക്കിക്കോളും. ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ അവൻ പണയം വെക്കാൻ കൊണ്ടു ചെല്ലും. അപ്പൊ തന്നെ പോലീസ് എടുത്തോളൂ. സമാധാനമായിട്ട് കേട്ടാ. നമ്മുടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാം മുക്ക് കൊണ്ടുവരും. ഉറപ്പാണേ? അത്രേ ഉള്ളൂ. തിരിച്ചു വരുന്നു. എന്താ പോയില്ലേ? ഇല്ല. എന്ത് പറ്റി? നിങ്ങളുടെ ഈ സൽക്കാരവും ഈ സ്നേഹം കണ്ടപ്പോ ഒരു മനസ്താവും പുറത്താണ്. ഇപ്പൊ കുറ്റബോധം ഉള്ളില്. നമുക്കിത് വേണ്ട. ഇവർക്ക് തന്നെ കൊടുക്കാം. അത് ഞങ്ങൾക്ക് വേണ്ട. അത് കൊണ്ടേക്കോ. ശരി, വേണ്ട. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. കൊണ്ടേക്കോ. വേണ്ട ചേച്ചി. പിടിച്ചു ചേച്ചി. സോറി ചേച്ചി. സോറി ചേട്ടാ. സോറി ചേച്ചി. സോറി ചേട്ടാ. മതി മതി. അതിൽ നിന്നൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടാ. നിർത്തല്ല. നിങ്ങൾ തന്നെ വെച്ചോ. കൂട്ടെ. എടാ പോടാ. സ്വർണം തിരിച്ചു കിട്ടിയപ്പോ സന്തോഷമായല്ല. ഇനിയെങ്കിലും തലമാരെ കൊണ്ടുപോയി ഭദ്രമായി പൂട്ടി വെക്കാൻ നോക്ക്. ഈ മൂക്കുകൊണ്ട മൊത്തം അലമാരി